സമയം തീരെ ഇല്ലാത്തപ്പോഴും ബാച്ചിലറായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. തീ പോലും കത്തിക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് മാത്രം മതി നമുക്ക് വയറ് നിറച്ചും ചോറ് കഴിക്കാനായിട്ട്. ഞാനിവിടെ ഒരു സവോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് അത്രയും തന്നെ അളവിൽ തേങ്ങ ചിരണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ഇനി മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോഴാണ് നന്നായിട്ട് ഉടഞ്ഞു വരത്തുള്ളൂ സവോളയും എല്ലാം കൂടെ കൂടി. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കരിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. കരിവേപ്പില ചേർക്കുമ്പോഴേക്കും നന്നായിട്ട് പിച്ചി കീറിയിടണം. നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് ആ ഫ്ലേവർ, ആ നല്ല സ്മെല്ലും ടേസ്റ്റും എല്ലാം നന്നായിട്ട് ഇതിലോട്ട് പിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഈ സവോള ചേർത്തെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്ക് സവോള ചേർക്കുന്ന ടേസ്റ്റാണ് ഇഷ്ടം. പിന്നെ വിനാഗിരിയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ നാരങ്ങാനീര് നിങ്ങൾക്ക് ചേർക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് 1 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും നല്ലതായിട്ട് ഈ സവോളയെല്ലാം ഒന്ന് സോഫ്റ്റായി വരുന്നോടെ വരെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.